ഈ കോടതി പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. സിദ്ദീഖ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ സിനിമ മേഖലയോട് എല്ലാവരും അടച്ച് ആക്ഷേപിക്കുന്ന നിലയിലേക്കാണ് വാർത്ത വരുന്നതെന്ന് പറയുന്നത്. ഇപ്പം ഇരയും വേട്ടക്കാരും ഈ മൊഴി കൊടുത്തവരുമുണ്ട്, ഏതൊരു അഭിപ്രായമുള്ളവരുമുണ്ട്. ഈ വേട്ടക്കാരുടെ പേര് പുറത്തു വിടണമെന്ന് അമ്മയ്ക്ക് എന്തുകൊണ്ട് ആവശ്യപ്പെടില്ല? കോടതിയെ സമീപിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും മാറ്റി നിർത്താമല്ലോ. ഇപ്പൊ സിദ്ദീഖൊക്കെ ഭയം, ഇവരെ ഭയം എന്നല്ല പറഞ്ഞ് നമ്മളുണ്ടോ എന്നുള്ള ഭയപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ എന്ത്, നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ. ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടാൻ വേണ്ടി സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിച്ചിട്ട്. അത് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഇമ്മീഡിയറ്റ് കൂടുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിലാണ് മൂവ് ചെയ്യേണ്ടത്, കോടതിയിൽ മൂവ് ചെയ്യണം. നിയമപരമായ സഹായങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ ചെയ്യണം. തീർച്ചയായിട്ടും അത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആലോചിച്ചതിന് ശേഷം അതിനൊരു തീരുമാനം ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല, ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിൽക്കില്ല. കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്ന് ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഒരു അത് അമ്മ എന്ന് മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും നിൽക്കുമോ കുറ്റവാളികൾക്കൊപ്പം? നമ്മൾ നിൽക്കില്ല. സംഘടന പിന്തുണ ഒരിക്കലും ഉണ്ടാവില്ല. സംഘടന അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടാവില്ല. വേറെ ആരുമല്ല, സിനിമയിൽ അഭിനയിച്ച നടിമാർ നേരിട്ട് പരാതി പറഞ്ഞു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. എന്നിട്ട് പോലും ഇത്ര അലസമായിട്ട് എങ്ങനെ മറുപടി പറയാൻ പറ്റുന്നത്? അലസമായിട്ട് ഞാൻ എന്ത് മറുപടി? അലസമായിട്ടല്ല പറഞ്ഞു. നടിമാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അംഗങ്ങളാണ്. ഞങ്ങളുടെ അംഗങ്ങൾ പറഞ്ഞ പരാതിക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെയും അതിൽ ആ പരാതിയുടെ പരിഹാരം കാണാൻ വേണ്ടി പോകും. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട്. അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നാണ് പറഞ്ഞത്. പലരും വോളണ്ടറി ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി മുമ്പാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടില്ല. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ എന്നിവർ തുടങ്ങി ഒരു 2-3 പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരോട് ഓരോ കാര്യങ്ങൾ അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോടും ചോദിക്കുമ്പോൾ ഇവരെ ആരും കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല. പിന്നീട് കമ്മിറ്റിയിൽ നിന്ന് തന്നെ പറഞ്ഞു, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഒരു അംഗം പറഞ്ഞപ്പോൾ അത് കമ്മിറ്റി ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അങ്ങനെ സാധിക്കില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ ഒരു പരാതി പറഞ്ഞതിന്റെ പേരിലൊന്നും ആരെയും അവോയ്ഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കില്ല. സിനിമ മുഴുവൻ മോശക്കാരാണെന്ന് തരത്തിലുള്ള റിപ്പോർട്ട് പരാമർശമുണ്ട്. സാമാന്യവർക്കുണ്ട് എന്നത് വിഷമമുണ്ടാക്കി പറയുന്നു. പക്ഷേ റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാവരും മോശക്കാരില്ല, എല്ലാവരും ഉദ്ദേശിച്ചല്ല റിപ്പോർട്ടിൽ പറയുന്നു. അത് വ്യക്തമാക്കാമോ? റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തകളിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് എന്താണ്? സിനിമകളിൽ മുഴുവൻ നടക്കുന്ന ഇങ്ങനെ അസന്മാർഗീയ കാര്യങ്ങളാണെന്നുള്ള ഒരു വാർത്ത പരക്കുന്നതിനോടാണ് ഞാൻ എതിർപ്പ് പറഞ്ഞത്. 96ാമത്തെ നിർദ്ദേശമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സിനിമയിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ആളുകൾ നടിമാരെ ലൈംഗികമായി ഉപദ്രവിച്ചു. അതൊരു ഞെട്ടിക്കുന്ന വസ്തുതയായിട്ട് തന്നെയാണ് കമ്മിറ്റിക്ക് കണ്ടെത്താൻ സാധിച്ചത്. അത് നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത്തരക്കാരുകൂടി ഈ ഇത്രയും സിനിമയിൽ വർഷങ്ങളായിട്ട് ആളുകൾക്ക് അറിയാവുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ ഈ തുടക്കക്കാരെ അല്ലെങ്കിൽ ഈ ആളുകൾ ഈ നടികളെ ഉപദ്രവിക്കുമ്പോൾ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഈ സെറ്റിൽ ഉണ്ടാകും? നേരത്തെ താങ്കൾ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങൾ ഈ സെറ്റുകളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെയുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ. അവരെ പുറത്തു കൊണ്ടുവരണം, കേസെടുത്ത് അന്വേഷിക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം, അത് പുറത്തു വരട്ടെ. പക്ഷേ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. വേണ്ട, അവർ ഹേമ കമ്മിറ്റി ശിക്ഷിക്കേണ്ട. അത് ആരാണെന്ന് പുറത്ത് കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് അവരെ ശിക്ഷിച്ചോട്ടെ. അതിന് സംഘടന തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. 40 വർഷമായിട്ട് സിനിമയിലുള്ള ഒരാളാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പം സ്വാഗതാർഹമെന്നതിനപ്പുറം ഒരു ഞെട്ടലുണ്ടാക്കി. ഈ റിപ്പോർട്ട് വായിച്ചിട്ട് എന്താണ് ഞെട്ടലുണ്ടാക്കി? നമ്മൾ അറിയില്ലാത്ത പല സംഭവങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കും അറിയാം, ഞാനൊരു മെയിൻ സ്ട്രീം സിനിമകളിലാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അത് വളരെ ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തോ കൊണ്ടുപോയി ചെറിയൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഞാൻ അങ്ങനെ അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. ഇല്ല എന്ന് തന്നെ പറയാം. പലരും പറയുന്നത് അത്തരം ഒരു റിമോട്ട് സ്ഥലത്ത് നടക്കുന്ന സിനിമകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല. ഒരു മെയിൻ സ്ട്രീം സിനിമകളിൽ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് അപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകളെ സിനിമാ സെറ്റിൽ നിന്ന് പുറത്താക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. തിലകന്റെ മകൾ തനിക്കെതിരെ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ അമ്മ എന്തെങ്കിലും അല്ല, ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വളരെയധികം
ബഹുമാനത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത്. ഇങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാത്തൊരു കുട്ടിയോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവുമെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് നേരിടുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതാവണം, അങ്ങനെയല്ലേ വേണ്ടത്. പിന്നീട് അത് തുടരാൻ സമ്മതിച്ചിട്ടില്ല. അത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഒരു കാര്യം ഡീൽ ചെയ്തതാണ് നമ്മളോട് പറഞ്ഞത്. തികച്ചും സ്വാഗതാർഹമാണ്. ഞാൻ ആ കുട്ടിയെ പേഴ്സണലായിട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ആ ദുരനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു എന്ന് സോണിയ പറയുന്നു. എന്ന് മാത്രമല്ല ഷമ്മി പറയുന്നു സംഘടനയ്ക്കുണ്ടായ ദുരനുഭവത്തിൽ സംഘടനയ്ക്ക് കത്ത് നൽകിയിരുന്നു, പരാതി നൽകിയിരുന്നു. ഇല്ല, എന്നവർ പറയുന്നു അങ്ങനെ പരാതി കിട്ടിയില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഇന്റർവ്യൂവിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഇന്റർവ്യൂവിൽ അങ്ങനെ സംഘടനയ്ക്ക് പരാതി കിട്ടിയിട്ടില്ല.